ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം അമ്മ അടീനിയത്തിൻ്റെ പ്രൂണിങ് ചെയ്തിട്ടുള്ളത് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിനു മുന്നേ നമ്മൾ മണി പ്ലാന്റ് വെള്ളത്തിൽ വളർത്തുന്നുണ്ടായിരുന്നു. പടർത്തി വളർത്താമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പുതിയ പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു മണി പ്ലാന്റിനൊക്കെ നമ്മളുടെ ടയറിൻ്റെ ഉള്ളിലോട്ടാക്കി വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്, മണ്ണിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഓൺലൈനിൽ നിന്നും വാങ്ങിയിട്ടുള്ള ഒരു ചെടിയായിരുന്നു. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിലും പുതിയ ഇലകളൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇതും വേറൊരു ടൈപ്പ് മണി പ്ലാന്റ് ആണ്. ഇതിനെയും വേറെ സ്ഥലത്തോട്ട് മാറ്റി കേട്ടോ, വേറെ സ്ഥലത്ത് പടർത്താമെന്ന് വിചാരിച്ചു. ഇത് സെയിം പ്ലേസിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് അടിപൊളിയായിട്ട് പെട്ടെന്ന് പുതിയ ഇതളുകളൊക്കെ വന്ന് പടർന്ന് വലുതാവുന്നുണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റി മണി പ്ലാന്റ് ആണ്. പിന്നെ അമ്മയുടെ തോട്ടത്തിൽ പതിവ് പോലെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഓർക്കിഡ് വിരിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉള്ള വീഡിയോ ആണ്. ഈ ഒരു ഓർക്കിഡിൻ്റെ പൂവ് ഫുള്ളായി വിരിഞ്ഞിട്ടുള്ളതും പകുതിയോട് കൂടി വിരിഞ്ഞിട്ടുള്ളതായിട്ടുള്ള 2-3 വീഡിയോസൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഓർക്കിഡിൻ്റെ വേരിൻ്റെ ആ ഒരു പ്രത്യേകതയും കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അടീനിയൊക്കെ എല്ലാതും ബ്രൂണിങ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഓരോ കൊമ്പിൻ്റെയും ഭാഗം കട്ട് ചെയ്തെടുത്ത് അവിടെ അമ്മ സാഫ് തേച്ച് വെച്ചിരിക്കുകയാണ്. എന്താ പറയുക, ഈ ഫംഗസും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാതിരിക്കാനാണ് ഈ സാഫ് അമ്മ തേച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് അടീനിയ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഈ അടീനിയത്തിന് ഡെയിലി വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് അമ്മ പറയുന്നത്. വേനൽക്കാലമൊക്കെ ആകുമ്പോൾ അത്രയും അതികഠിനമായ ചൂടൊക്കെ ആകുമ്പോൾ ഒരു നേരമൊക്കെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഈ അടീനിയം വളർത്തുന്ന ഒരു രീതി, അത് പല ഷേപ്പിൽ പല രീതിയിലൊക്കെ വളർത്തുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ അടീനിയത്തിന് ഒരു എന്താ പറയുക, വിത്തുണ്ട്. അതിങ്ങനെ നല്ല നീളത്തിലായിരിക്കും അതിൻ്റെ വിത്ത്. ഒരു കൊല പോലെ, നമ്മളുടെ ഈ കിൽക്കാമ്പട്ടിയുടെ ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ, കിൽക്കാമ്പട്ടി, അതിൻ്റെ കൊല പോലെയാണ് ഈ അടീനിയത്തിൻ്റെ വിത്ത് ഉണ്ടാവുന്ന കൊല. അപ്പോൾ ആ ഒരു കൊലയിൽ നിന്നും വിത്തിട്ട് നമ്മൾ മുളപ്പിച്ച് തൈക്കളാക്കിയും നമുക്ക് അടീനിയത്തിൻ്റെ തൈക്കൾ ഉണ്ടാക്കാം. അങ്ങനെ അത് ഫുള്ളായിട്ട് അമ്മ പ്രൂണിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ 10 മണി ഇവിടെ അങ്ങോട്ട് ഭയങ്കരമായി സെറ്റായി വളരുന്നില്ല. ഇപ്പോൾ ഇതാണ് നമ്മളുടെ 10 മണി സെറ്റിലുള്ള ആകെയുള്ളൊരു 10 മണി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അമ്മയുടെ തോട്ടത്തിലെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.